ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനം. നാലാംഘട്ട വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂടുപിടിക്കുന്നു. എൻഡിഎയ്ക്കായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും എൽഡിഎഫിനായി സീതാറാം യെച്ചൂരിയും ഇന്ന് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി നാളെ പാലക്കാടെത്തും. ഭിന്നശേഷിക്കാർക്ക് വോട്ടെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിനായി സക്ഷം ആപ്പിന് രൂപം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തൃശൂർ പൂരത്തിന് നാളെ വിളംബരം. പൂരത്തോടനുബന്ധിച്ചുള്ള സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനം. പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് 5 മണിക്ക് അവസാനിച്ചു. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും രാജസ്ഥാനിൽ 12 ഉത്തർപ്രദേശിലെ 8 മധ്യപ്രദേശിലെ 6 സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. മഹാരാഷ്ട്രയിലെയും ഉത്തരാഖണ്ഡിലെയും അസമിലെയും 5 സീറ്റുകളിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാംഘട്ട വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 96 ലോക്സഭാ സീറ്റുകളിലേക്കാണ് നാലാംഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിലും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. എൻസിപി ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹംദുള്ള സെയ്ദ് എന്നിവരാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് ഇരു സ്ഥാനാർത്ഥികളും. ചൈത്ര രാമനവമി ദിനമായ ഇന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. രാമക്ഷേത്രം യാഥാർത്ഥ്യമായ ശേഷമുള്ള ആദ്യ ശ്രീരാമ ജന്മോത്സവമാണിത്. ഉത്സവത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 12:16 ശ്രീരാമ വിഗ്രഹത്തിൽ സൂര്യതിലകം ചാർത്തൽ നടന്നു. കണ്ണാടികളും ലെൻസുകളും ഉപയോഗിച്ചുള്ള സങ്കീർണമായ സംവിധാനത്തിലൂടെയാണ് ചടങ്ങ് സാധ്യമാക്കിയത്. കേരളത്തിൽ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. എൻഡിഎ പ്രചാരണത്തിനായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് സംസ്ഥാനത്തെത്തി. കാസർഗോഡ് എൻഡിഎ സ്ഥാനാർത്ഥി അശ്വിനി എംഎല്ലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനം ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വടകരയിൽ എൻഡിഎ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തലശ്ശേരിയിൽ നടന്ന പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കേരളപുരത്ത് നടക്കുന്ന എൻഡിഎ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ ഉച്ചയോടെ പാലക്കാടെത്തും. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വടകരയിലും കോഴിക്കോട് മണ്ഡലത്തിലെ ഉള്ളിയേരിയിലും പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജയും സംസ്ഥാനത്ത് പ്രചാരണത്തിനുണ്ട്. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ യുഡിഎഫ് പ്രചാരണത്തിനെത്തും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ മുന്നണികൾ 3ാംഘട്ട പ്രചരണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിലാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടുന്ന ജനക്കൂട്ടമാണ് സ്ഥാനാർത്ഥികൾക്ക് ഈ ആത്മവിശ്വാസം നൽകുന്നത്. യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നാളെ കായംകുളത്ത് റോഡ് ഷോ നടത്തും. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പുന്നപ്രയിൽ നടന്ന സമ്മേളനത്തിൽ സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ സംസാരിച്ചു. എൻഡിഎ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. 85-മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷി വോട്ടർമാർക്കും വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് ആലപ്പുഴ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആലിശ്ശേരി ലത്തേരിപ്പറമ്പിൽ അബ്ദുൾ റഹീമിന്റെ വീട്ടിലെത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥർക്കൊപ്പം ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ 110 സ്ക്വാഡുകളാണ് ആലപ്പുഴയിൽ രൂപീകരിച്ചിട്ടുള്ളത്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ഇഡി ചോദ്യം ചെയ്തു. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് ചോദ്യം ചെയ്യൽ. ആലുവ തോട്ടയ്ക്കാട്ടുകരയിലെ കർത്തയുടെ വീട്ടിലെത്തിയായിരുന്നു ചോദ്യം ചെയ്തത്. 2 തവണ സമൻസ് നൽകിയിട്ടും കർത്ത ഇഡി ഓഫീസിൽ ഹാജരായിരുന്നില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ഭിന്നശേഷിക്കാർക്ക് വോട്ടെടുപ്പിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി സക്ഷം ആപ്പ് ഒരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭിന്നശേഷി വോട്ടർമാരുടെ രജിസ്ട്രേഷൻ മുതൽ വോട്ടെടുപ്പ് ദിനത്തിൽ വീൽചെയർ ലഭ്യമാക്കുന്നതിന് അപേക്ഷ നൽകുന്നതുവരെയുള്ള വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സക്ഷം ആപ്പ് സജ്ജമാക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് KSRTCക്ക് വരുമാനത്തിൽ റെക്കോർഡ് നേട്ടം. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ കണക്ക് പ്രകാരം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്ത വകയിൽ ഏറ്റവും മികച്ച കളക്ഷനായ 8.57 കോടി രൂപ സമാഹരിച്ചുകൊണ്ടാണ് KSRTC ചരിത്രം സൃഷ്ടിച്ചത്. പൂരനഗരിയെ ശബ്ദവർണ്ണഘോഷങ്ങളിൽ ആറാടിക്കുന്ന കരിമരുന്നിന്റെ ഇന്ദ്രജാലം സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം. ശബ്ദത്തിനൊപ്പം വർണ്ണവും വാരിവിതറുന്ന മാനത്തെ പൂരത്തിന് ഇക്കുറിയും 10,000 എത്തിച്ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കണ്ണിനും കാതിനും ഹരം പകരുന്ന നിറക്കൂട്ടുകൾ വടക്കുംനാഥന്റെ ആകാശമേലാപ്പിൽ അല്പസമയത്തിനകം പൊട്ടിവിരിയും. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ട്. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തുക. പിന്നാലെ പാറമേക്കാവും കരിമരുന്നിന്റെ ആകാശപൂരത്തിന് തിരികൊളുത്തും. തൃശൂർ പൂരത്തിന്റെ വർണ്ണാഭ വിളിച്ചോതുന്ന ചമയ പ്രദർശനത്തിനും രാവിലെ തുടക്കമായി. നാളെ തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങായ നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം നട തുറന്നു വരുന്നതോടെ പൂരത്തിന് വിളംബരമാവുകയായി. തുടർന്ന് പൂര ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരവ് ആരംഭിക്കും. തുടർന്ന് മഠത്തിൽ വരവ്, പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറ മേളം, കുടമാറ്റം തുടങ്ങിയ ശബ്ദ താളവർണ്ണ വിസ്മയങ്ങൾ വാനിലുയർത്തി തൃശൂർ പൂരം പെയ്തിറങ്ങും. തൃശൂർ പൂരത്തിനെത്തുന്ന ആനകളെ വനം വകുപ്പ് ഡോക്ടർമാർ പരിശോധിക്കണമെന്ന നിർദ്ദേശം പിൻവലിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ആനകളുടെ 2ാം വട്ട ഫിറ്റ്നസ് പരിശോധന ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മനുഷ്യന്റെ ആരോഗ്യത്തിനോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തി പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുവാനുള്ള വൺ ഹെൽത്തിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ശക്തമായി തുടരുന്നു. ഏകാരോഗ്യ സമീപനത്തിലൂടെ ജന്തുജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പ്രതിരോധമാണ് ആരോഗ്യവകുപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഗുജറാത്ത് 6ാം സ്ഥാനത്തും ഡൽഹി 9ാം സ്ഥാനത്തുമാണ്. വയനാട് സുഗന്ധഗിരി വനഭൂമിയിൽ നിന്നും 126 മരങ്ങൾ മുറിച്ചുമാറ്റിയതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ K നീതുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഗുരുതരമായ കൃത്യവിലോപം ചൂണ്ടിക്കാട്ടിയും വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 1ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനം. 4ാം ഘട്ട വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂടുപിടിക്കുന്നു. NDAയ്ക്കായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും LDFനായി സീതാറാം യെച്ചൂരിയും ഇന്ന് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി നാളെ പാലക്കാടെത്തും. ഭിന്നശേഷിക്കാർക്ക് വോട്ടെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിനായി സക്ഷം ആപ്പിന് രൂപം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തൃശൂർ പൂരത്തിന് നാളെ വിളംബരം. പൂരത്തോടനുബന്ധിച്ചുള്ള സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.